ദേവാ, ആ ഏട്ടന് 100 ആയുസ. ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. മനസ്സിലായി. പറ്റുമെങ്കിൽ ഔട്ട് ഹൗസിലേക്കുള്ള വഴി അടച്ചേക്കാൻ ഞാനന്ന് പറഞ്ഞതാ. അപ്പോ അത് ധിക്കരിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോ സ്വാഭാവികമായിട്ട് എന്നെ ഓർക്കും. ഇപ്പോഴും അതല്ലേ സംഭവിച്ചത്? ആ കടലിൽ ചുഴിയുണ്ടെന്ന് കരുതി മീൻ പിടിക്കാൻ പോകാതിരിക്കാൻ പറ്റുമോ? എൻ്റെ അക്ഷരങ്ങൾക്ക് വേണ്ടി കുറച്ചു കാലം കൂടി എനിക്ക് അവിടെ പോയേ പറ്റൂ. അതൊക്കെ നിന്റെ ഇഷ്ടം. സൂക്ഷിക്കണമെന്നേ ഞാൻ പറയൂ. നാദറാ, ഇതാരാണെന്ന് പറയാൻ പറ്റുമോ? ഏയ്, എന്താ കുട്ടി ഇത്? ഞാൻ ആരാണെന്ന് കരുതിയിട്ടാ ഇതൊക്കെ? കാവി ഇട്ടവരെല്ലാം ജ്ഞാനികളോ ദിവ്യന്മാരോ ആകണമെന്നില്ല. പക്ഷേ കാവി ഇല്ലെങ്കിൽ പോലും വിശ്വേട്ടനെ എനിക്ക് മനസ്സിലാവും. സന്തോഷായി. ഇവന്റെ മനസ്സറിയാവുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ബോധ്യായി. ഇവൻ മാത്രല്ല, നിന്റെ അടുക്കൽ എത്തിപ്പെട്ട എന്റെ മോളും ഭാഗ്യവതിയാ. നന്നായി വരട്ടെ. മോളെന്താ ഇങ്ങനെ മിടിച്ചു നിൽക്കുന്നേ? ഏയ്, ഞാൻ പ്രതീക്ഷിക്കാതെ അച്ഛനെ കണ്ടപ്പോ. കർക്കിടകത്തിലെ വെയില് പോലെയാണല്ലോ അച്ഛൻ. ഒന്ന് വന്നെന്ന് വരുത്തി അങ്ങോട്ട് പോവും. ഇപ്പോഴും അതെ, ഒന്ന് കാണണം തോന്നി വന്നു. ഒരു യാത്രയ്ക്ക് ഇറങ്ങിയാ പിന്നെ എപ്പോഴാ മടങ്ങാന്നറിയില്ലല്ലോ. എന്നാ അച്ഛനും മോള് സംസാരിക്കും. ഞങ്ങൾ ഏട്ടൻ വന്ന കാര്യം എൽദോ അറിയിക്കട്ടെ. ഒരു ചടങ്ങ്. വാ. മോള് വരൂ. അച്ഛൻ വന്നത് മോളെ കോളേജിൽ ചേർക്കേണ്ട കാര്യത്തിനാ. അല്ലാതെ ജയദേവനെ അത് ഏൽപ്പിച്ചാൽ നിന്റെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് ഗീതയുടെ പേരാണെന്ന് അവൻ മനസ്സിലാക്കില്ലേ? നിന്റെ പേര് ജയന്തി എന്നാണെന്ന് അവൻ അറിയില്ലേ? ഈശ്വര, ഞാൻ ഇതുവരെ അത് ഓർത്തില്ല. ആ, വല്യച്ഛൻ ഇപ്പൊ തന്നെ വന്നത് നന്നായി. എന്റെ അഡ്മിഷന്റെ കാര്യത്തെക്കുറിച്ച് അച്ഛനും ആന്റിയും നേരത്തെ പറയുന്നത് കേട്ടു. സാരമില്ല, നിനക്കൊരു കുഴപ്പവും വരാതെ വലിയ നോക്കിക്കോളാം. പണ്ടത്തെ പോലെയല്ല, അഡ്മിഷൻ ഇപ്പൊ വലിയ പ്രശ്ന. ഡിസ്റ്റിങ്ഷനെങ്കിലും ഇല്ലാതെ സെന്റ് മേരീസിൽ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാ കേട്ടത്. സാരല്ല ഏട്ടാ, ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. വേണമെങ്കിൽ ആരെ കൊണ്ടെങ്കിലും പറയുകയും ചെയ്യാം. അല്ലെങ്കിലും വഴിയുണ്ട്. അല്ല, ഞാൻ പറയുന്നത് അത്രയ്ക്ക് വലിപ്പത്തിലൊക്കെ ചിന്തിക്കണമെന്നാ. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എവിടെ നിന്നായാലും പഠിച്ചോളൂ. അതല്ല ഏട്ടാ, നല്ല സാഹചര്യം കിട്ടിയ നന്നായി പഠിക്കാൻ കഴിവുള്ള കുട്ടിയവള്. നമുക്കോ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അവളെങ്കിലും അതനുഭവിക്കട്ടെ. ഒക്കെ നിന്റെ ഇഷ്ടം. അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്ന് തന്നാ മതിയല്ലോ. അങ്ങനെ ഒന്നും ഏട്ടൻ കരുതരുത്. ഒക്കെ ചെയ്യണത് ഏട്ടൻ തന്നെയാണെന്ന് വിചാരിക്കാവൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറൊരു അന്യനായി പോവില്ലേ? ശരിയാ, ഞാൻ അങ്ങനെ കരുതാൻ പാടില്ല. നീ ചെയ്യുന്നത് നിന്റെ കടമ തന്നെയാ. ഭക്ഷണമൊന്നും കഴിക്കണ്ടേ ജെഡി? ഏട്ടന് വിശക്കുന്നുണ്ടാവും. കഴിച്ചു കളയാം. ആയിക്കോട്ടെ. മോൾക്ക് ഏത് സബ്ജക്റ്റിനോട് താല്പര്യം എന്ന് വെച്ചാൽ ചെറിയച്ഛനോട് പറയാം. നാളെ തന്നെ സെന്റ് മേരീസിൽ പോയി ചേരാന്നാ അവൻ പറയണേ. മോളുടെ ഭാഗ്യ. ഏത് സബ്ജക്റ്റാ താല്പര്യം? അത് ഇവൾക്ക് ഇഷ്ടം ലിറ്ററേച്ചറാ. ജെഡി ഇവിടെ ഉള്ളപ്പോ പിന്നെ ട്യൂഷന് വേറെ ആളെ നോക്കണ്ടല്ലോ അല്ലേ? അയ്യോ, എന്നാ പിന്നെ സബ്ജക്റ്റ് വേണ്ട, വേറെ ആലോചിക്കാം. വിശ്വേട്ടം വരും ദിവസം മാത്രം എന്താ എൽദോക്ക് ഇത്ര കൈപുണ്യം? അന്നൊരു ദിവസം കഞ്ഞിയും പയറും. ഇന്നതേ തോരനും സാമ്പാറും അവിയലും തനി നാടൻ. പഴയ കാലം ഓർത്തു പോകുന്ന ഒരു രുചിയല്ലേ ഏട്ടാ? അതെ, എന്തായാലും അസലായിട്ടുണ്ടല്ലോ. വേണ്ട വേണ്ട, അങ്ങനെ മറ്റൊരാൾക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് ഒന്നും എൽദോയ്ക്ക് വേണ്ട. അതൊക്കെ അങ്ങോട്ടും കൊടുത്തേച്ചാൽ മതി. ആർക്ക് വെക്കോ? അയ്യോ, എനിക്കല്ല, ദേ ഇങ്ങോട്ട്. അച്ഛൻ വന്നത് കണ്ടപ്പോ മോള് കയറി ഉണ്ടാക്കിയതാ ഈ സാമ്പാറും അവിയലും തോരനും ഒക്കെ. ആണോ? എവിടുന്ന് പഠിച്ചു ഇതൊക്കെ? ശരിക്കും എനിക്കിത് വളരെ പരിചിതമായ രുചിയായിട്ട് തോന്നുക. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അത് ഞാനിതൊക്കെ അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ചതാ. അതിന്റെ ഓർമ്മയായിരിക്കും. ഹേയ്,
ഏട്ടത്തിയമ്മ ഉണ്ടാക്കിയ വർഷം ഞാൻ അത്രയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഇത്ര ഓർത്തിരിക്കാൻ മാത്രം. അന്നൊക്കെ അമ്മ തന്നെയായിരുന്നു പാചകം, അല്ലേ ഏട്ടാ? അതെ അതെ. എന്നാലും നമ്മുടെ അമ്മയുടെ കൈപുണ്യം പാരമ്പര്യമായിട്ട് ഇവക്ക് കിട്ടാലോ. അതെങ്ങനെ ഏട്ടാ? സ്വഭാവം ശരീരപ്രകൃതിയൊക്കെ കിട്ടുമെന്നല്ലാതെ പരീക്ഷിച്ച് നേരേണ്ട കഴിവുകളൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുമോ? മാത്രമല്ല, അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ രുചിയല്ല ഇത്. ഞാൻ മറ്റെവിടുന്നോ എവിടാണെന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചിലപ്പോ അത്രയ്ക്ക് അടുപ്പമുള്ളവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നോണ്ട് തോന്നാവൂ. എന്റെ അഭിപ്രായത്തിൽ ഈ സാമ്പാറിനും അവിയലിനും ഒക്കെ ലോകത്ത് ആരുണ്ടാക്കിയാലും ഒരേ ടേസ്റ്റ് ആണെന്ന്. അപ്പൊ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം അത് കഴിക്കുമ്പം പഴയ കാലമൊക്കെ ഓർമ്മ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലാതെ അതൊന്നും ആരുടെയും കൈപുണ്യത്തിന്റെ മുഖമൊന്നുമല്ല. അതെ, എൽദോയുടെ അഭിപ്രായത്തെ ഞാനും പിന്താങ്ങുന്നു. ഒഴുക്കി എന്തുവാ, മീൻകറിയാന്നോ? മീൻകറി ആർക്ക് വേണം? സാമ്പാർ ഒഴുക്കി. അത് ശരി. അപ്പൊ എന്നെ ആർക്കും വേണ്ട അല്ലേ? ആ വേണ്ട. ആ, സാമ്പാറെങ്കിൽ സാമ്പാർ. മനസ്സിന് ഒരു സ്വസ്ഥത ഇല്ലാഞ്ഞിട്ട് പോയതാ ഞാൻ. വിശ്വട്ടിന് അവിടെ എങ്ങാനും കണ്ടാൽ മോളുടെ വിശേഷമൊക്കെ അറിയാലോ എന്ന് ആലോചിച്ചു. അത് പക്ഷേ ഒരല് ചെന്ന് മദ്ദളത്തോട് സങ്കടം പറഞ്ഞതുപോലായി. എന്തു പറ്റി? വിശ്വട്ടിന്റെ ഭാര്യ മണിയെടുത്തി അവരുടെ സങ്കടം പറയാൻ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോളാ ഞാൻ കയറി ചെന്നത്. അതോടെ എന്റെ സങ്കടവും പരാതിയൊക്കെ ഒന്നുമല്ലാതായി. അതാ, നീ അത് മനസ്സിലാക്കണം. ജയമോള് പോയിരിക്കുന്നത് അവളുടെ അച്ഛനെ സ്വന്തമാക്കി നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനാ. അതിന് നീ ഇത്രമാത്രം സങ്കടപ്പെട്ടാൽ മണിയിച്ചിന്റെ കാര്യോ? ഓർമ്മിപ്പിക്കണ്ടല്ലേ. അവരെ വിട്ടുപോയ ജിഷമോളുടെ സ്ഥാനത്താ ഇപ്പൊ എന്റെ ജയമോള് ദേവേട്ടനോടൊപ്പം നിൽക്കുന്നേ. ഒക്കെ ഓരോരോ വിധി. അല്ലാതിപ്പോ ഇങ്ങനൊക്കെ സംഭവിക്കോ? ആ, അങ്ങനെ ആശ്വസിക്കാൻ പഠിക്കും നീ. എന്നാലേ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു സമാധാനമുള്ളൂ. ഇതുപോലെ ആരെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനും ഉണ്ടെങ്കിൽ കുറച്ചൊരാശ്വാസവും. അതിനാരാ? നാളെ എപ്പോഴെങ്കിലും നീ വരും. അതുവരെ ഞാനും ഈ ചുവരുകളും മാത്രം. ഈ മടുപ്പൊന്ന് മാറിക്കിട്ടാൻ ഞാനൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. എന്താ അത്? കുറച്ച് തയ്യൽ അറിയാം. ഒരു തയ്യൽ മെഷീൻ വാങ്ങണം. ജോലി കഴിഞ്ഞു വന്ന് ബാക്കിയുള്ള സമയം അതിന്റെ പിന്നിലിരുന്ന വേണ്ടാത്ത ചിന്തകളുണ്ടാവില്ല. കൊള്ളാം, നല്ല കാര്യം. ഇതുപോലെ നീ ഒന്ന് ജീവൻ വെച്ച് കണ്ടാ മതി എനിക്ക്. ഞാൻ ഇറങ്ങട്ടെ. ശരി. ആദ്യമായിട്ട് കോളേജിൽ പോണ ദിവസം അച്ഛൻ്റെ അമ്മയുടെയും പാദങ്ങളാ തൊട്ട് നമസ്കരിക്കേണ്ടത്, അല്ലാണ്ട് ചെറിയച്ഛൻ്റെ അല്ല. എന്റെ മനസ്സിലിപ്പോ അച്ഛന്റെ അമ്മയുടെയൊക്കെ സ്ഥാനത്ത് ചെറിയച്ഛനാ. ഈ മനസ്സുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചാ മതി. അതെന്നും ഉണ്ടാവും. വിശ്വേട്ടൻ അങ്ങനൊരു സ്ഥാനം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ. എന്നാലും ജന്മം നൽകിയവർക്കുള്ള സ്ഥാനം അറിവും അക്ഷരവും പോലെ എന്നും മനസ്സിലുണ്ടാവണം. ഉണ്ടാവും, എന്നും ഉണ്ടാവും. എന്താ കുട്ടി ഇത്? ആദ്യമായിട്ട് കോളേജിൽ പോകുമ്പോ ഇങ്ങനെയാ? ജേഡി എങ്കിലും ഓർക്കണ്ടേ ഇതൊരു തൊട്ടാവാടിയാണെന്ന്? അതിന് കരയാനും മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സോറി ആന്റി, സന്തോഷം കൊണ്ടാ. ഇതൊന്നും സ്വപ്നമല്ലല്ലോ എന്നോർത്തുള്ള സന്തോഷം. ചെറിയച്ഛന് വിഷമമായോ? ഹേയ്, ഓട്ടോ വിളിക്കാൻ പോയ എൽദോയെ കണ്ടില്ലല്ലോ. വല്ല ആത്മാവിന്റെയും പിറകെ പോയോ? അല്ലെങ്കിൽ എന്നും ഇവളെ ഓട്ടോയിൽ വിടാന്നുള്ള തീരുമാനം റിസ്ക്കാ ജേഡി. സ്ഥിരമായിട്ട് ഒരാളെ ഏൽപ്പിച്ചാൽ പോലും കൃത്യമായിട്ട് ആള് വരണമെന്നില്ല. പിന്നെന്ത് ചെയ്യും?
ഇവരുടെ കോളേജ് ബസ് ഈ റൂട്ടിൽ ഇല്ലെന്നല്ലേ പറഞ്ഞു? നമുക്കൊരു കാറ് വാങ്ങണം, അതേ ഉള്ളു വഴി. പിന്നെ നമുക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ എന്നും ടാക്സിയെ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. നോക്കാം. ആ വന്നല്ലോ. ആ, മതി 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 മതി, ഇവിടെ നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ. സൂണോ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദിവസവും രാവിലെ ഇതേ സമയത്ത് ഇവിടെ വന്ന് കുഞ്ഞിനെ കോളേജിൽ കൊണ്ട് വിടണം. വൈകുന്നേരം കൃത്യമായിട്ട് തിരിച്ചു കൊണ്ടുവരികയും വേണം. നമ്മുടെ സ്വന്തം കൊച്ച പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ വേണം വണ്ടി ഓടിക്കാൻ, കേട്ടോ. ആ തിരിച്ചോ മോളെ. ആ വാ വാ. ആ, നമുക്ക് പരിചയമുള്ള ആളെ തന്നെയാ കിട്ടിയ. വരട്ടെ. വാ മോളെ. മോള് കയറിക്കോ. വരട്ടെ. ശരി മോളെ. ഗീതേ, ഗീതേ, അകത്ത് കയറിയിരിക്കും വിശ്വട്ട. ഓ ഇവിടെ ഇരിക്കാം. വല്ലാത്ത ചൂട്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. വഴിക്ക് വെച്ച് ഹമീദിനെ കണ്ടപ്പോ ഒരു ചായ കുടിച്ചു. നീ എന്താ വല്ലാതിരിക്കുന്നേ? ചെറിയൊരു തലവേദന. ഏതു നേരത്തും വീട്ടിനകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടിയിരുന്നാൽ തലവേദന വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ തുടങ്ങിയാൽ എങ്ങനെയാ ഗീതേ? കുറച്ചൊരു മനസ്സുറപ്പൊക്കെ വേണ്ടേ? മനസ്സിനെ പിടിച്ചു നിർത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് വിശ്വട്ട. പക്ഷേ ഇപ്പോഴും എന്റെ മകൾ ഉള്ളിടത്തേക്കാ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നേ. കുറച്ചുകൂടി കഴിഞ്ഞാ ഒക്കെ നേരെയാവുമായിരിക്കും. നേരെ ആവണം. അല്ലാതെ നീ ഇപ്പോഴും ഇവിടെ ഉരുകിയിരിക്കുകയാണെന്ന് അറിഞ്ഞാൽ മോൾക്കത് വിഷമാവും. അവള് കാരണം അമ്മയ്ക്ക് ഈ സങ്കടമെന്ന് കരുതി തിരിച്ചിങ്ങ് പോന്നാൽ ഇതുവരെ ചെയ്തതും സഹിച്ചതും ഒക്കെ വെറുതെ ആവുകയും ചെയ്യും. വിശ്വട്ടൻ പിന്നെ മോളെ ചെന്ന് കണ്ടിരുന്നോ? പിന്നെ കാണാതെ. വെറുമൊരു കടമയൊപ്പിച്ചു പോകുന്നവനല്ല വിശ്വേട്ടന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കുക. അവിടുത്തെ ഏറ്റവും മികച്ച സെന്റ് മേരീസ് കോളേജിലാ ജയമോളെ ചേർത്തിരിക്കുന്നത്. ആണോ? അതെ. ഒക്കെ മോളുടെ ഭാഗ്യാണെന്ന് കരുതിയാ മതി. വലിയ വലിയ ആൾക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന കോളേജിൽ തന്നെ ജയമോളെ ചേർക്കണമെന്ന് ജയദേവനായിരുന്നു വാശി. ഇതൊക്കെ സന്തോഷിക്കാൻ വകയുള്ള കാര്യങ്ങളല്ലേ ഗീതേ? സന്തോഷായി വിശ്വട്ട. അച്ഛന്റെ കൈ പിടിച്ച് അവൾ ഉയരട്ടെ. പക്ഷെ ഒരു ദിവസം എല്ലാം തകർന്ന് എന്റെ മോള് താഴേക്ക് വീഴാതിരുന്നാ മതി. നീ എന്തിനാ പിന്നെ അത് തന്നെ ചിന്തിക്കുന്നത്? ജയമോളെന്ന് വെച്ചാ ദേവനും നാദരയ്ക്കും ഇപ്പൊ ജീവനാ. അവളെ നാദരെ വിശ്വട്ടൻ കണ്ടോ? കണ്ടു. നല്ല കുട്ടിയാ. നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഉള്ള പോലെ എന്നെ കണ്ട ഉടനെ ഓടി വന്ന് കാല് തൊട്ട് വന്ദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ അങ്ങ് വല്ലാതായിപ്പോയി. എന്നിട്ട് വിശ്വട്ടൻ അവളെ ദീർഘസുമംഗലി ഭവാൻ അനുഗ്രഹിച്ചോ?
എന്നാൽ ഞാൻ ഇറങ്ങുക. മോളെ കണ്ടതും കോളേജിൽ ചേർന്നതൊക്കെ ഒന്ന് പറയാന്ന് കരുതി ഇറങ്ങിയതാ. എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? ഒന്ന് കണ്ടാലും മതി. വിശ്വേട്ടനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു തോന്നരുത്. ഇല്ല, ഞാൻ നോക്കട്ടെ. പറ്റും. ജിഷ, കുളിക്കാണോ നീ? അതെ ആന്റി. എന്താ? ഏയ് വെറുതെ. ജേഡി അവിടെ എഴുത്തിന്റെ കൊടും ചൂടിലായതുകൊണ്ട് അങ്ങോട്ട് പ്രവേശനമില്ല. ബോറടിച്ചപ്പോ നിന്നോട് വല്ലോ മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ എന്ന് വിചാരിച്ചു. ദാ കഴിഞ്ഞു ആന്റി. ഞാൻ ഇപ്പൊ വരാം. ആന്റി അവിടെ ഇരിക്കേ. സെന്റ് ഓഫ് ബ്ലഡ്. ജെഡി, ആന്റി എന്താ തരയുന്നേ? നിന്നെ തന്നെ. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മനസ്സ് അവരുടെ പുസ്തകങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പിടി കിട്ടിയോ എന്റെ മനസ്സ്? കിട്ടി. ദാ ഇതല്ലേ നിന്റെ മനസ്സ്? ചെറിയച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക്?